കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, പൗരോഹിത്യ ശുശ്രൂഷ അഥവാ ഓർഡൈൻഡ് മിനിസ്ട്രി അത് ക്രിസ്തുവിൻ്റെ നറുമണമാണ്, ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ്. ഇതേപ്പറ്റിയാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. അതിനായി വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു 70 പേരെ തിരഞ്ഞെടുത്ത് അവരെ ഈരണ്ടീരണ്ടായി താൻ കടന്നു ചെല്ലുവാൻ പോകുന്ന പ്രദേശങ്ങളിലേക്ക് തനിക്ക് മുമ്പായി അയക്കുന്നു. അവരോട് പറയുന്നു, കൊയ്ത്ത് വളരെയുണ്ട്, എന്നാൽ വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. ഇവിടെ കൊയ്ത്ത് എന്നതുകൊണ്ട് യേശുക്രിസ്തു എന്താണ് ഉദ്ദേശിച്ചത്? ദൈവത്തെ അറിയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ആവലോടെ കാത്തിരിക്കുന്ന ധാരാളം ആളുകൾ ഈ ലോകത്തിലുണ്ട്. അവരെ ദൈവത്തിങ്കിലേക്ക് നേടുന്നതിനെയാണ് കൊയ്ത്ത് എന്ന് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത്. മറ്റൊരിടത്ത് പറയുന്നു, നിലം കൊയ്ത്തിന് വെളുത്തിരിക്കുന്നു എന്ന്. അതായത് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്, ആരാണ് സത്യദൈവത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്? സത്യദൈവത്തെക്കുറിച്ച് ആരാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്? ഞങ്ങൾക്ക് സത്യദൈവത്തെ ആരാധിക്കണം, ഞങ്ങൾക്കറിയണം ആരാണ് സത്യദൈവമെന്ന്. അങ്ങനെ കാത്തിരിക്കുന്ന ഒരു ജനസമൂഹമാണ് കൊയ്ത്തിന് വെളുത്തിരിക്കുന്ന വയലുകൾ. യേശുക്രിസ്തു തുടർന്ന് പറയുകയാണ്, നിങ്ങൾ പോകയിൽ ദൈവരാജ്യം പ്രസംഗിക്കുവീൻ. നിങ്ങൾ എവിടെയെങ്കിലും ചെന്നാൽ, ഏതെങ്കിലും വീട്ടിൽ കയറി ചെന്നാൽ, ആ വീട്ടിന് സമാധാനം എന്ന് ആദ്യം പറയുവീൻ. അവിടെയുള്ള രോഗികളെ നിങ്ങൾ സൗഖ്യമാക്കുവീൻ. നിങ്ങൾ ദൈവരാജ്യം പ്രസംഗിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ അത് സമാധാനപുത്രനാണ്. ഒരു സമാധാനപുത്രൻ ഒരു ഭവനത്തിലുണ്ടെങ്കിൽ അവൻ ഈ ഉപദേശം കൈക്കൊള്ളും. നിങ്ങൾ പറയുന്ന ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ആരെങ്കിലും കൈക്കൊള്ളാതിരുന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പറയാനുള്ളത് പറയുക, ചെയ്യുവാനുള്ളത് ചെയ്യുക. നിങ്ങളുടെ ഉത്തരവാദിത്വം, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ചെയ്യുക. ആര് കൈക്കൊള്ളുന്നില്ലയോ എന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ നിങ്ങൾ അവിടെ നിന്ന് വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവരുടെ സാക്ഷ്യത്തിനായി തട്ടിക്കളഞ്ഞേച്ച് പോരുക, അവിടെ കുടഞ്ഞു കളയുക. ഇതൊരു സിംബോളിക് ആക്ഷനാണ്. അതായത് അവരറിയണം, ഞങ്ങൾ ഈ സുവിശേഷം കേട്ടതാണ്, പക്ഷേ ഞങ്ങളനുസരിച്ചില്ല. ഇവർക്ക് ഭാവിയിൽ വന്ന് ഭവിക്കുവാൻ പോകുന്ന ആ ദുരന്തങ്ങൾ ഓർക്കുമ്പോൾ അവർ ചിന്തിക്കും, ഞങ്ങൾ ഈ വചനം കേട്ടതാണല്ലോ, പക്ഷേ ഞങ്ങൾ കൈക്കൊണ്ടില്ലല്ലോ. വചനം പറഞ്ഞ് ഞങ്ങളുടെ അടുക്കൽ വന്നവരെ ഞങ്ങൾ കൈക്കൊണ്ടില്ലല്ലോ. അവരുടെ ആ സ്ഥലത്ത് നിന്നുള്ള ആ പൊടി അവർക്കെതിരെ സാക്ഷി നിൽക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് വായിക്കാം ആ വചനഭാഗം. സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സസ് 1-11. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. പോകുവീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു.
സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയുമരുത്. അതായത് നിങ്ങൾ പോകുന്നത് വളരെ തിടുക്കത്തിലായിരിക്കണം. വളരെ അർജൻറ്റായിട്ടുള്ള കാര്യമാണ് നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അർജൻറ്റായി അടിയന്തിരമായി ചെയ്യേണ്ട കാര്യമാണ്. വഴിയിൽ കാണുന്നവരെയൊന്നും വന്ദനം ചെയ്തുകൊണ്ട് അവരോട് കുശലവും പറഞ്ഞുകൊണ്ട് സമയം കളയരുത്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, അതിൻ്റെ ആ അർജൻസി നിങ്ങൾ മനസ്സിലാക്കണം. പോകുവീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതായത് നിങ്ങൾ ചെല്ലുന്ന ഇടങ്ങൾ നിങ്ങളെ സ്വീകരിക്കുന്ന ഇടങ്ങളായിരിക്കില്ല. ചെന്നായ്ക്കളുടെ അടുക്കലേക്കാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. ചെന്നായ്ക്കളെ പോലെ ക്രൂരതയേറിയ ആളുകളുടെ അടുത്തേക്ക്. അതായത് നിങ്ങളെ അവർ തിരസ്കരിച്ചേക്കാം, നിങ്ങളെ ഉപദ്രവിച്ചേക്കാം, നിങ്ങളെ അവർ കൊന്നേക്കാം. ഇതെല്ലാം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. തുടർന്ന് നാം വായിക്കുന്നു വേഴ്സ് 5. ഏത് വീട്ടിലെങ്കിലും നിങ്ങൾ ചെന്നാൽ ഈ വീട്ടിന് സമാധാനമെന്ന് ആദ്യം പറവേൻ. അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അതായത് ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവർ കേൾക്കുന്നു എങ്കിൽ ആ ഭവനത്തിൽ ദൈവികമായ സമാധാനം വസിക്കും. അത് സമാധാനപുത്രനായിരിക്കും. ദൈവത്തിൻ്റെ വചനമാണ് ഇവർ പ്രസംഗിക്കുന്നത്. ദൈവരാജ്യത്തെ പറ്റിയാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ആ പ്രസംഗം അല്ലെങ്കിൽ എന്താണ് ഇവർ പറയുന്നത് അത് കൈക്കൊള്ളുന്നവർ സമാധാനപുത്രന്മാർ ആയിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഭവനത്തിൽ ചെന്നാൽ ഈ വീട്ടിന് സമാധാനമെന്ന് ആദ്യം പറവേൻ. അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പീൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത്. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നു എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഭക്ഷിപ്പീൻ. അതായത് നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് അവർ നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ തരുന്നത്. നിങ്ങൾ പറഞ്ഞത് വലിയ കാര്യമാണ്, അവർ കേൾക്കുവാൻ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ട് നിങ്ങൾക്കവർ ഭക്ഷണം തരുന്നു, കുടിക്കുവാൻ തരുന്നു. അത് നിങ്ങൾ സന്തോഷത്തോടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുവീൻ. അവർ ചിലപ്പോൾ പറഞ്ഞേക്കാം, ഞങ്ങൾക്ക് കൂടുതൽ ഈ കാര്യത്തെപ്പറ്റി അറിയണം, ഞങ്ങളെ പഠിപ്പിക്കുക, നിങ്ങളിന്ന് ഇവിടെ താമസിക്കുക എന്നവർ പറഞ്ഞേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ താമസിപ്പീൻ. നിങ്ങൾ അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്നവരോട് പറവീൻ. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ല എങ്കിൽ അതിൻ്റെ തെരുക്കളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറവീൻ. നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ വചനം കേൾക്കുന്നില്ല എങ്കിൽ, ദൈവത്തെപ്പറ്റി ദൈവരാജ്യത്തെപ്പറ്റി സംസാരിച്ചത്, നിങ്ങളോട് പ്രബോധിപ്പിച്ചത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ, ഇതാ ഞങ്ങൾ പോകുന്നു, ഞങ്ങളുടെ കാലിൽ പറ്റിയ പൊടിയും ഇതാ ഞങ്ങൾ കുടഞ്ഞേച്ചു പോകുന്നു. ഈ പൊടി അന്ത്യകാലത്ത് നിങ്ങൾക്കെതിരായി സാക്ഷ്യം പറയും. ഇവിടെ സത്യദൈവത്തെയും ദൈവവചനത്തെയും ദൈവരാജ്യത്തെയും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാതെ അവയെ നിഷേധിക്കുന്നവരെ നശിക്കുവാനായി പിറന്നവർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ദൈവവചനം അഥവാ ക്രൂശിൻ്റെ വചനം
നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാകുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. 1 Corinthians 1:18. They are spiritually lost. The word of the cross is perceived as folly by them. എന്നാൽ ക്രൂശിൻ്റെ വചനം രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു. But those who are being saved, the word of the cross is the very power of God. ഇപ്രകാരം ദൈവവചനം പ്രസംഗിക്കുന്നവർക്ക് രണ്ടു തരം ആൾക്കാരെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നു. സത്യദൈവത്തെയും ദൈവവചനത്തെയും സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരും. സ്വീകരിക്കുന്നവർ ജീവനിൽ നിന്ന് ജീവനിലേക്ക് കടക്കുന്നു. എന്നാൽ നിഷേധിക്കുന്നവർ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകുന്നു. അടുത്ത വചനഭാഗം ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. 2 Corinthians chapter 2 verses 14 to 16. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന തന്നെ. But thanks be to God, who always leads us in triumphal procession in Christ, and through us spreads everywhere the fragrance of the knowledge of Him. Knowledge of Christ, അതാണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഈ പകർന്നു കൊടുക്കുന്ന ആൾക്കാർ ക്രിസ്തുവിന് സൗരഭ്യവാസനയാകുന്നു. For we are to God the aroma of Christ among those who are being saved and those who are perishing. To the one we are smell of death, and to the other the fragrance of life. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം പ്രഘോഷിക്കുവാൻ ദൈവം എല്ലാ വിശ്വാസികളെയും ഉപയോഗിക്കുന്നു എന്നതാണ് സത്യം. God uses all believers to spread the knowledge of Christ, creating a fragrance of savory aroma of life to those who are saved, or a stench of death to those who are perishing. Here the fragrance is the knowledge of God revealed through Jesus Christ. The same message can be received differently by different people. Both life and death consequences are the spiritual reality of the reception of the gospel. ഇവിടെ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. Are we spreading the knowledge of Christ which has a life-altering effect? ക്രിസ്തുവിനെ പ്രഘോഷിക്കയിൽ ഓർഡൈൻഡ് മിനിസ്റ്റേഴ്സും വിശ്വാസികളും അനുവർത്തിക്കേണ്ടതായ സംഗതികളാണ് അടുത്തതായി നാം ചിന്തിക്കുന്നത്. ഫ്രം ദി എപ്പിസ്റ്റൽ ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 1-4. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നുമരുത്. സ്തോത്രമത്രേ വേണ്ടത്.
പ്രിയ മക്കൾ എന്ന പോലെ നമ്മെ സ്നേഹിച്ച യേശുവിനെ അനുകരിക്കുവാൻ പറയുകയാണ് പൗലോസ് അപ്പോസ്തലൻ. യേശു നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യവാസനയായി തന്നെത്താൻ അർപ്പിച്ചു. അതുപോലെ നാമും ദൈവത്തിന് സൗരഭ്യവാസനയായി തന്നെത്താൻ അർപ്പിക്കപ്പെടണം. ഈ ലോകത്തിൻ്റെ ജീവിതചര്യകൾ, ദുസ്വഭാവങ്ങൾ, സ്റ്റാൻഡേർഡ് ഇതൊന്നും അനുസരിച്ച് നാം നടന്നുകൂടാ. യേശുവിനെ പ്രഘോഷിക്കുന്നവർക്ക് ഉയർന്ന മൂല്യങ്ങളാണ് വേണ്ടത്, ഉയർന്ന മാനദണ്ഡമാണ് അവർക്കുള്ളത്. അതവർ പിന്തുടരണം. വാക്ക് ഇൻ ലവ്, ഇമിറ്റേറ്റ് ഗോഡ്, അവോയ്ഡ് സിൻഫുൾ സ്പീച്ച്. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ക്രൂര വിനോദങ്ങൾ, കുത്തിനോവിക്കുന്ന തമാശകൾ ഇതൊക്കെയും നാം അവോയ്ഡ് ചെയ്യണം. അബ്സ്റ്റെയിൻ ഫ്രം സെക്ഷുവൽ ഇമ്മൊറാലിറ്റി, ഇംപ്യൂരിറ്റി, കവച്ചസ്നെസ്, ഫിൽത്തിനെസ്. റീപ്ലേസ് ഓൾ ഈവിൾസ് വിത്ത് താങ്ക്സ് ഗിവിങ്. സ്തോത്രമത്രേ വേണ്ടത്. സ്തോത്രത്തിൽ നാം ജാഗരിക്കണം. പ്രിയ സഹോദരങ്ങളെ, ദൈവരാജ്യത്തെയും ക്രിസ്തുവിലൂടെ മനസ്സിലാക്കിയ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകളും ക്രൂശിൻ്റെ വചനവും നാം പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും പ്രഘോഷിക്കുമ്പോഴും നാം മനസ്സിലാക്കേണ്ടത്, നാം രാജാധിരാജാവായ പരിശുദ്ധനായ ദൈവത്തെയാണ് ഉയർത്തുന്നത്. ആ ദൈവരാജ്യത്തിലെ രാജാവ് പരിശുദ്ധനാണ്. വിശുദ്ധന്മാർക്ക് ഉചിതമായ രീതിയിലാണ് ദൈവശുശ്രൂഷകന്മാർ, ഓർഡൈൻഡ് മിനിസ്റ്റേഴ്സ് നടക്കേണ്ടത്. ഇന്ന് നമുക്ക് 99-ാം സങ്കീർത്തനവും പഠിക്കുവാനുണ്ട്. അവിടെ വിശുദ്ധനായ ആ ദൈവത്തെയാണ്, ആ രാജാധിരാജാവിനെയാണ് പ്രകീർത്തിച്ചിരിക്കുന്നത്. Psalm 99. The Lord reigns. Let the nations tremble. He sits enthroned between the cherubim. Let the earth shake. Great is the Lord in Zion. He is exalted over all the nations. Let them praise your great and awesome name. He is holy. The King is mighty. He loves justice. You have established equity. In Jacob you have done what is just and right. Exalt the Lord our God and worship at his footstool. He is holy. Moses and Aaron were among his priests. Samuel was among those who called on his name. They called on the Lord and he answered them. He spoke to them from the pillar of cloud. They kept his statutes and the decrees he gave them. O Lord our God, you answered them. You were to Israel a forgiving God, though you punished their misdeeds. Exalt the Lord our God and worship at his holy mountain, for the Lord our God is holy. വിശുദ്ധനായ ആ രാജാവിനെയാണ്, ആ രാജാധിരാജാവിനെയാണ് നാം പ്രഘോഷിക്കുന്നത്. ദൈവശുശ്രൂഷകന്മാർ, ഓർഡൈൻഡ് മിനിസ്റ്റേഴ്സ് എപ്പോഴും ആ കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് 12 ശിഷ്യന്മാരെയും വേറെ 70 പേരെയും ഇന്ന് തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത നമ്മെ ഓരോരുത്തരെയും ദൈവരാജ്യ പ്രഘോഷണത്തിനായി വിളിച്ചിരിക്കുകയാണ്. വയലുകൾ കൊയ്ത്തിനായി വെളുത്തിരിക്കുന്നു. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിൻ്റെ യജമാനൻ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു. Hark the voice of Jesus calling. Who will go and work today?